ഹലോ ഗായ്സ്, ഞങ്ങൾ ഡേറ്റ് ചെയ്യണ സമയം മുതൽ ഞങ്ങൾക്കുള്ളൊരു ട്രഡീഷനാണ്. ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സെൽഫ് കെയർ കാര്യങ്ങൾ ചെയ്യും. യൂഷ്വലി ഞങ്ങൾ ഫീറ്റോ അല്ലെങ്കിൽ സ്കിൻ കെയറോ ഒക്കെയാണ് ചെയ്യാറുള്ളത്. ഇന്ന് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ചൂടായിട്ടുള്ള ടവൽ, ചൂടുവെള്ളത്തിൽ മുക്കിയ ടവൽ മൈക്രോവേവ് അവനിൽ 2 മിനിറ്റ് വെച്ചിട്ട് അതൊന്ന് ഹീറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് മുഖം നല്ല പോലെ പാഡ് ഡ്രൈ ചെയ്തു. പാഡ് ഡ്രൈ ചെയ്യണം. നമ്മൾ ഒരിക്കലും റബ്ബ് ചെയ്യരുത്. റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രീസിങ്ങും റിങ്കിൾസും ഉണ്ടാകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സൗഖ്യം ഹെയർ പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അവരെനിക്ക് തന്നുവിട്ട പ്രോഡക്ട്സിൽ ഒരു ഫേസ് പാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫൈനലി യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കിട്ടി. അപ്പോൾ ഞാനത് ഇങ്ങനെ മുഖത്ത് പുരട്ടി. ഇതിനൊരു രക്തചന്ദനത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ട്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. 10 മിനിറ്റ് നമ്മൾ മുഖത്ത് പുരട്ടിയാൽ മതി. നിക്കിൻ്റെ മറ്റേ താടിയിലും കഴുത്തിലും ഒന്നും പുരട്ടാൻ പറ്റിയില്ല, കാരണം ഇപ്പോൾ ബിയേർഡ് ഉള്ളത് കാരണം ഇറ്റ് വുഡ് ഹാവ് ബീൻ ബിയേർഡ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ല നനഞ്ഞ തുണി ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോൾഡായിട്ട് കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ട് ഫേസ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ അവൻ്റെ ഇത് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഭയങ്കര ഫോഴ്സ്ഫുള്ളിയാണ് ചെയ്യണേ. അവൻ്റെ മുഖം ഞാനിങ്ങനെ വലിച്ച് കീറണ പോലെയൊക്കെ തോന്നണമെന്ന് അവൻ കംപ്ലൈൻറ്റ് ചെയ്തത് കാരണം ഞാനിങ്ങനെ ബേബീനെ ട്രീറ്റ് ചെയ്യണ രീതിയിലാണ് മുഖം തുടച്ചു കൊടുത്തത്. എൻ്റെ ചെറുക്കന് നമ്മളെ പോലെ കട്ടിയുള്ള സ്കിന്നല്ല ഗൈസ്, തൊലിക്കട്ടി ഇത്തിരി കുറവാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി കുറച്ച് എന്താ പറയുക, ബേബീനെ പോലെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ അവന് ഇഷ്ടപ്പെടത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ 2X ഇട്ടിട്ട് പോലും നിങ്ങൾക്ക് കണ്ടറിയാം ഞാൻ ഭയങ്കര സ്ലോലി സമയമെടുത്ത് മറ്റേ കുഞ്ഞു വാവന്മാരെ ട്രീറ്റ് ചെയ്യണ പോലെയാണ് അവനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത്. ചൂടുള്ള ടവലും കൊണ്ട് നമ്മുടെ ഫേസ് നമ്മൾ പാറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പോഴ്സ് ഓപ്പൺ ആവും. അപ്പോൾ പ്രോഡക്റ്റ് നല്ല പോലെ നമ്മുടെ സ്കിന്നിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കോൾഡ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പോഴ്സ് പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ പോഴ്സ് ക്ലോസ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചൂടുള്ളതും തണുത്തതുമായിട്ട് യൂസ് ചെയ്യണം. ഇതൊരു കൊറിയൻ 67 ഇയർ ഓൾഡ് ലേഡിയുടെ വ്ളോഗിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഷീ ഈസ് 67 ഇയേഴ്സ് ഓൾഡ്, പക്ഷെ പുള്ളിക്കാരിയുടെ മുഖത്ത് ഒരു റിങ്കിൾ പോലുമില്ല. പിന്നെ നിങ്ങളൊരു കപ്പിളാണ് അല്ലെങ്കിൽ ഒരു മാരിഡ് കപ്പിളൊക്കെ ആണെങ്കിൽ പ്ലീസ് ഡു ദീസ് തിങ്സ് ഫോർ ഈച്ച് അതർ, ബിക്കോസ് sharing and caring for each other is what grows love, right? അല്ലാണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടൈം എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് വാങ്ങിച്ചു കൊടുക്കുക, ഡേറ്റ് നൈറ്റിന് കൊണ്ടുപോവുക, അതും ഇതൊക്കെ ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ലവ്. പക്ഷേ ഈ സിമ്പിൾ ആയിട്ടുള്ള സില്ലി തിങ്സ് ഓൾസോ കൈൻഡ് ലൈക്ക് ഗ്രോസ് ലവ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നണേ? എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? എൻ്റെ മുഖത്ത് എനിക്ക് കുറച്ച് ബ്രൈറ്റൻ ആയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കോമെൻറ്റ്